യുദ്ധങ്ങളും സംഘർഷങ്ങളും ലോകമെമ്പാടും വ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളുടെ ആണവായുധ ശേഷിയെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ട് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. 2025 ജനുവരി വരെയുള്ള കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള ഈ റിപ്പോർട്ട് ആണവായുധ രംഗത്ത് ലോകം ഒരു പുതിയതും അപകടകരവുമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന ആശങ്കാജനകമായ ചിത്രം വരച്ചു കാട്ടുന്നതാണ്. സ്വീഡൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് SIPRI. 1966 മുതൽ ആഗോള ആയുധങ്ങൾ, നിരായുധീകരണം, അന്താരാഷ്ട്ര സുരക്ഷാ പ്രവണതകൾ എന്നിവയെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്ന ഈ സംഘടനയുടെ വാർഷിക റിപ്പോർട്ടുകൾ ആണവശക്തികളുടെ ആയുധശേഷിയെക്കുറിച്ചുള്ള ഏറ്റവും വിശ്വസനീയമായ വിലയിരുത്തലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അവരുടെ കണ്ടെത്തലുകൾ ലോകരാജ്യങ്ങൾക്ക് സുരക്ഷാ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച നൽകുന്നു. റിപ്പോർട്ട് പ്രകാരം 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യം റഷ്യയാണ്. 4309 ആണവ പോർമുനകളാണ് റഷ്യയുടെ ശേഖരത്തിലുള്ളത്. തൊട്ടുപിന്നിൽ 3700 ആണവ പോർമുനകളുമായി അമേരിക്ക രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. മറ്റു പ്രധാന രാജ്യങ്ങളുടെ ആണവായുധ ശേഖരത്തിൽ ചൈനയ്ക്ക് 600 ആണവായുധങ്ങളുണ്ട്. നാലാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ്. 290 ആണവായുധങ്ങളാണ് ഫ്രാൻസിനുള്ളത്. 225 ആണവായുധങ്ങളാണ് UK-ക്കുള്ളത്. അതേസമയം ആണവായുധ ശേഷിയിൽ ഇന്ത്യ മുൻവർഷത്തേക്കാൾ മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 180 ആണവായുധങ്ങളുമായി ഇന്ത്യ 6ാം സ്ഥാനത്താണുള്ളത്. 2024 ഇന്ത്യയുടെ കൈവശം 172 ആണവ പോർമുനകളാണ് ഉണ്ടായിരുന്നത്. ഒരു വർഷത്തിനുള്ളിൽ 8 പുതിയ ആണവായുധങ്ങൾ കൂടി ഇന്ത്യ തങ്ങളുടെ ആയുധശേഖരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം പാകിസ്ഥാൻ 2024 അതേ സംഖ്യയായ 170 ആണവായുധങ്ങളിൽ തന്നെ തുടരുകയാണ്. ഇസ്രയേലിന്റെ കൈവശം 90 ആണവ പോർമുനകളും ഉത്തര കൊറിയയുടെ കൈവശം 50 ആണവായുധങ്ങളും ഉണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാകിസ്ഥാന് പിന്നിൽ 105 ആണവായുധങ്ങളുമായി മറ്റൊരു രാജ്യവുമുണ്ട്. ലോകം കൂടുതൽ അസ്ഥിരമാകുന്ന ഈ വേളയിൽ 9 ആണവായുധ രാജ്യങ്ങൾ അമേരിക്ക, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ, ഇസ്രയേൽ ഇവയെല്ലാം ശക്തമായ ബോംബുകളും ദീർഘദൂര മിസൈലുകളും നിർമ്മിക്കുന്ന തിരക്കിലാണെന്ന് SIPRIയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പഴയ ആണവ പോർമുനകൾ നീക്കം ചെയ്യുന്നതിനാൽ മൊത്തം എണ്ണം കുറയുന്നുണ്ടെങ്കിലും പുതിയതും കൂടുതൽ ശക്തിയേറിയതുമായ പോർമുനകൾ ശേഖരത്തിലേക്ക് എത്തുന്നത് ആശങ്ക ഉയർത്തുന്നതാണ്. ആണവ നിയന്ത്രണ കരാറുകളുടെ അഭാവം ഈ പ്രവണതയെ കൂടുതൽ വഷളാക്കുമെന്ന് SIPRI മുന്നറിയിപ്പ് നൽകുന്നു. SIPRI ഡയറക്ടർ പറയുന്നത്, നാം ഒരു വലിയ മാറ്റത്തിന്റെ നടുവിലാണ്. മഹാമാരിക്ക് മുൻപ് തന്നെ ഇത് തുടങ്ങിയിരുന്നു. എല്ലാ ആണവ രാജ്യങ്ങളും തങ്ങളുടെ ആയുധശേഖരം ആധുനികവൽക്കരിക്കുന്നു. ഇതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉത്തര കൊറിയയും ഉൾപ്പെടുന്നു എന്നാണ്. എന്നാൽ ഓരോ ആണവ രാജ്യങ്ങളും തങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. ചൈനയുടെ വടക്കൻ മരുഭൂമിയിലും പർവ്വതങ്ങളിലും 350 പുതിയ മിസൈൽ സിലോകൾ നിർമ്മിക്കുന്നു. കഴിഞ്ഞ വർഷം 100 പോർമുനകൾ കൂട്ടിച്ചേർത്ത് മൊത്തം 600 മിസൈലുകളിൽ പോർമുനകൾ സ്ഥാപിക്കാനുള്ള നയം മാറ്റുന്നതിന്റെ സൂചനയും കാണിക്കുന്നു. ഇന്ത്യ ചൈനയെ ലക്ഷ്യമിട്ട് ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നു. മിസൈലുകളിൽ പോർമുനകൾ വിന്യസിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഫിസൈൽ വസ്തുക്കൾ അഥവാ ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായവയാണ് ശേഖരിക്കുന്നത്. അടുത്ത ദശകത്തിൽ ആണവശേഖരം വർദ്ധിക്കുമെന്നും കണക്കാക്കുന്നു. ഉത്തര കൊറിയ 40 പുതിയ ബോംബുകൾ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട്. തന്ത്രപരമായ ആണവ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ഒരുക്കത്തിലാണ്. UK പോർമുനകളുടെ എണ്ണത്തിൽ 225 നിന്ന് 260 ഉയർത്തിയിട്ടുണ്ട്. പുതിയ ഡ്രെഡ്നോട്ട് ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രാൻസ് 3ാം തലമുറ അന്തർവാഹിനിയും ആണവശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളും വികസിപ്പിക്കുകയാണ്. ഇസ്രയേൽ അന്തർവാഹിനികളിൽ നിന്ന് ആണവ മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്നു. റഷ്യ, US ലോക ആണവ ശേഖരത്തിന്റെ 90% ഇവരുടെ കൈവശമാണ്. ഇരു രാജ്യങ്ങളും മിസൈലുകൾ, അന്തർവാഹിനികൾ, ബോംബറുകൾ എന്നിവ ആധുനികവൽക്കരിക്കുന്നു. റഷ്യ ആണവായുധ ഉപയോഗത്തിന്റെ പരിധി കുറച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അത് പരമ്പരാഗത സംഘർഷങ്ങൾ രൂക്ഷമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മാറ്റങ്ങൾ. 2024 സംഘർഷങ്ങളിലെ മരണസംഖ്യ 2.39 ലക്ഷമായി ഉയർന്നു. ഗാസ, യുക്രൈൻ, മ്യാൻമർ, സുഡാൻ, എത്യോപ്യ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു. ലോക സൈനിക ചെലവ് കഴിഞ്ഞ ദശകത്തിൽ 37% വർദ്ധിച്ച് 2024 $2.7 ട്രില്യൺ എത്തി. ആണവായുധങ്ങളുടെ ശക്തിയും കൃത്യതയും വർദ്ധിക്കുന്നത് ലോകത്തെ കൂടുതൽ അപകടകരമാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം യൂറോപ്പിൽ നോർഡിക് ബോംബ് പോലുള്ള ആശയങ്ങൾ ചർച്ചയാകുന്നുണ്ട്.
സ്വീഡനും ഫിൻലൻഡും US-ഉമായി സൈനിക കരാറുകൾ ഒപ്പിട്ട് ആണവായുധ വിന്യാസത്തിന് വഴിയൊരുക്കുന്നുണ്ട്. പോളണ്ട് US-ന്റെ ആണവായുധ പങ്കാളിത്തത്തിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. US-ന്റെ സുരക്ഷാ ഗ്യാരണ്ടി ദുർബലമാക്കിയിരിക്കുന്നു. ഇത് പുതിയ യാഥാർത്ഥ്യമാണെന്നും SIPRI ഡയറക്ടർ പറയുന്നുണ്ട്. ലോകത്തെ 193 UN അംഗരാജ്യങ്ങളിൽ 178 സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി അംഗീകരിച്ചു. ആണവായുധ നിരോധന ഉടമ്പടി 73 രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ ഗുരുതര ഭീഷണിയിൽ ആണവായുധം ഉപയോഗിച്ചേക്കാം, പക്ഷെ ഇത് പ്രതികാരം മാത്രമായിരിക്കും. അതേസമയം ലോകം സമാധാനത്തിന്റെ പാത തേടേണ്ട ഈ നിർണായക വേളയിൽ SIPRI റിപ്പോർട്ട് മനുഷ്യരാശിക്ക് ഒരു മുന്നറിയിപ്പാണ്. നിയന്ത്രണവും സഹകരണവും ഇല്ലാതെ ആണവ ഭീഷണി വളർന്നുകൊണ്ടിരിക്കും.